പ്രത്യേകിച്ച് സമസ്ത മുഷാവറ അങ്ങനെന്നൊക്കെ പറയുന്നതിൽ കുറേ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത വേണ്ടവരാണ്. ഓരോ പള്ളിയും പിന്നെ അത് പണ്ട് അവിടെ ശിവന്റെ ലിംഗം ഉണ്ടായിരുന്നു, പാർവതിന്റെ ഫർജുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. മാത്രമല്ല ഇത്തരം പരാമർശം ശരിക്കും സമസ്തയ്ക്ക് ദോഷമായി വരികയല്ലേ ചെയ്യുന്നത്? സമസ്തയ്ക്ക് ദോഷം എന്ന് പറഞ്ഞുകൂടാ. അതായത് മൊത്തത്തിൽ അതാണ് സമസ്തയിലൊക്കെ ഉള്ള എത്ര ഉന്നത അതെ അത് പറയുന്ന ഒരു മോശം തന്നെയാണ്. അതാണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ബഹുഭാരിത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ സമസ്ത? ബഹുഭാരിത്വം ഉണ്ടല്ലോ, ഇസ്ലാമിലുണ്ടല്ലോ. അത് വളരെ അനിവാര്യമായ അള്ളാഹു അനുവദിച്ച ഒരു നിയമമാണ്. അത് ഒരു ഭാര്യ മതിയാവാതെ വരുമ്പം വല്ല അസുഖം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രം. അത് തന്നെ ഖുർആൻ പറയുന്നുണ്ട്, ഒന്നാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈർ, നിങ്ങൾക്ക് നീതി ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വേറെ വിശാലമായൊരു വിഷയമാണ്. അതിപ്പം ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി പലരും ഉദ്ധരിക്കുന്ന ഒരു സംഗതിയാണ് ബഹുഭാരിത്വവും ശൈശവിവാഹത്വവും ഒക്കെ തന്നെ. ആദ്യകാലങ്ങളിലൊക്കെ ശൈശവിവാഹത്തിൻ്റെ പരിധി